ആൻഡ് ജെന്റിൽമെൻ, വെൽക്കം ടു അൽ ഷസാം റാൻഡം ഡേയ്സ് റാൻഡം തിങ്സ് എന്നുള്ളൊരു സാധനമാണ്. അതായത് ഞാൻ എന്തൊക്കെ റാൻഡമായിട്ട് ചെയ്യുന്നു, റാൻഡമായിട്ട് കാണുന്ന കാര്യങ്ങൾ, റാൻഡമായിട്ട് തിന്നുന്ന സാധനങ്ങൾ തുടങ്ങിയ സാധനങ്ങൾ ഇവിടുന്ന ഒരു വ്ളോഗാണിത്. അപ്പം നമ്മളിപ്പോൾ പോകാൻ പോകുന്നത് ബുർജുമാൻ എന്ന് പറയുന്ന മോൾ അവിടെ പോയിട്ട് നമ്മൾ ഗോലം എന്ന് പറഞ്ഞ സിനിമ കാണാൻ പോയാണ്. ഗോലം അങ്ങനെയാണ് ആ സിനിമയുടെ പേര് കേട്ടോ. പക്ഷേ ഞാൻ ഈ ബുർജുമാനിൽ പോകുന്നതിന് വേറെ റീസൺ ഉണ്ട്. അവിടെ മുകളിലത്തെ ഫുഡ് കോർട്ടിൽ പോപ്പൈസിൻ്റെ മറ്റേ സാൻഡ്വിച്ച് കിട്ടും, ചിക്കൻ സാൻഡ്വിച്ച്. ഇടേ ഞാൻ അത് ഒരിക്കൽ കഴിച്ചു, ഒരു ടേസ്റ്റ് ഇടേ. ഈ നിങ്ങൾക്ക് പോപ്പൈസിൻ്റെ സാൻഡ്വിച്ചിനെ പറ്റി അറിയണമെങ്കിൽ ഈ സാൻഡ്വിച്ചിൻ്റെ പേരിൽ ഒരുത്തനെ കൊന്നിട്ടുണ്ട്, കാര്യമായിട്ട്. അങ്ങനെയൊക്കെ നടന്നിട്ടുള്ള സാൻഡ്വിച്ചാണ്. എന്തിനാണെങ്കിലും ഉച്ചയ്ക്ക് അത് കഴിക്കാനുള്ളൊരു മാനസികാവസ്ഥയിലാണ്. ഞാൻ കാണിച്ചു തരാം സാധനം, ഞാൻ എന്തായാലും കാണിച്ചു തരാം. അപ്പോൾ അത് കഴിച്ചിട്ട് ഗോലം കാണാൻ പോകണം. ഇന്ന് വേറെ ഫുഡൊന്നുമില്ല. അപ്പോൾ നമ്മൾ നേരത്തെ ലഞ്ച് കഴിക്കുന്നു, സെറ്റാവുന്നു. യെസ്, ലെറ്റ്സ് ഗോ. ഗൈസ്, നമ്മളങ്ങനെ മെട്രോയിൽ സഞ്ചരിച്ചപ്പോൾ നിൻ്റെ നേരെ ഫ്രണ്ടിൽ നിഹാൽ ബ്രോ RTIയിലാണ് വർക്ക് ചെയ്യണം കേട്ടോ. നമ്മൾ രണ്ടുപേരും ഇങ്ങനെ സംസാരിച്ചുകൊണ്ട് ഇങ്ങനെ പോയായിരുന്നു. അപ്പോൾ ഞാൻ വിചാരിച്ചു ബ്രോയിനെ ഒന്ന് കാണിക്കാമെന്ന്. അപ്പം പുള്ളി റാഷിദിയ സ്റ്റേഷനിൽ പോകുന്നു, ഞാൻ ബുർജുമാനിൽ പോകുന്നു. അപ്പോൾ എന്തായാലും ഞാൻ അവിടെ എത്തില്ല. ഇതാണ് ഗോൾഡ് ക്ലാസ് കേട്ടോ, നൈസാണ്. ഈ കാണുന്ന ഈ ബാഗിൽ കണ്ട ഇതിൻ്റെ സീറ്റ് എന്നൊക്കെ പറഞ്ഞാൽ കുറച്ചും കൂടെ ബെറ്ററാണ്. ഇനി ഏതെങ്കിലും ഭാഷ ഉണ്ടോ ചേട്ടാ? ഒരു മിനിറ്റ് ഗൈസ്. അപ്പോൾ ഇത് കുറച്ചും കൂടെ ബെറ്റർ സീറ്റ്സ് ആണ് കേട്ടോ, നല്ല നെക്ക് സപ്പോർട്ട്. പക്ഷേ 6 ദിറം കൊടുക്കുന്നിടത്ത് 10 ദിറം കൊടുക്കേണ്ടി വരും, അത്രേ ഉള്ളൂ. പക്ഷേ എന്നാൽ ഗോൾഡ് കാർഡ് വേണം, എന്നാലേ ഇവിടെ കയറാൻ പറ്റത്തുള്ളൂ. ഗോൾഡ് കാർഡ് ഇല്ലാതെ കയറി കഴിഞ്ഞാൽ 100 ദിർഹമാണ് ഫൈൻ. അതുകൊണ്ട് ആരും ഇങ്ങോട്ട് വെറുതെ കാണാമെന്നുള്ള രീതിയിൽ കയറരുത്. അപ്പോൾ എന്താണ്, ഞാൻ ബുർജുമാനിലെത്തിയിട്ട് ഞാൻ അടുത്ത വീഡിയോ ഇടാം. ലേഡീസ് ആൻഡ് ജെന്റിൽമെൻ, ഞാൻ ഇങ്ങനെ ബുർജുമാൻ എത്തിയിരിക്കുകയാണ്. യെസ്, ബുർജുമാൻ എത്തി. ഇതാണ് കേട്ടോ ഗോൾഡ് കാർഡ്. ഈ കാർഡ് ഉണ്ടെങ്കിൽ കുറച്ചും കൂടെ ബെറ്ററായിട്ട് നിങ്ങൾക്ക് മെട്രോയിൽ ട്രാവൽ ചെയ്യാൻ പറ്റും. ആൻഡ് നമ്മൾ എന്തായാലും ഇപ്പോൾ നേരെ പോകുന്നത് പോപ്പൈസിൽ പോയിട്ട് ഫുഡും കഴിച്ചിട്ട് സിനിമയ്ക്ക് പോകുന്നത്. എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ദുബൈയുടെ പ്രത്യേകതയാണ് കേട്ടോ. ബോക്സ് സിനിമാസിലാണെങ്കിൽ ഏകദേശം 15 മിനിറ്റ് പരസ്യം. അപ്പോൾ നമ്മളെന്തായാലും അങ്ങനെ അവിടെ പോയി ഇരുന്ന് ബോറടിച്ചിരിക്കേണ്ട ആവശ്യമില്ലല്ലോ, ഫുഡൊക്കെ കഴിച്ചിട്ട് ഞാൻ പോകണം. വളരെ സിമ്പിൾ ആൻഡ് ഹമ്പിൾ ആയിട്ടുള്ളൊരു മോളാണ് കേട്ടോ ബുർജുമാൻ. നല്ലൊരു മോളാണ്. ദുബൈ വരുന്ന സമയത്ത് ബുർജുമാൻ നല്ലൊരു മോളാണ്. ഇവിടെ വന്നു കഴിഞ്ഞാൽ എന്താ പറയുക, ഹൈ ലക്ഷറി പ്രോഡക്റ്റ്സ് ഒന്നും അല്ലെങ്കിൽ പോലും നല്ല സാധനങ്ങൾ ഇവിടെ കിട്ടും കേട്ടോ. ഏതൊരു ചേട്ടൻ എന്നെ മനസ്സിലാക്കിയിരിക്കുകയാണ്. ഹായ് ഗൈസ്, ഹലോ. സുഖമായി. പേരെന്താ? റംഷാദ് ബ്രോ. സിനിമ വന്നോ? ഓക്കെ, സെയിം ഇയർ. അപ്പോൾ ആ ചേട്ടന് ഒരു സെൽഫി എടുത്തു കൊടുത്തിട്ട് നമ്മൾ നേരെ പോവുകയാണ് പോപ്പൈസിലോട്ട്. പോപ്പൈസിൽ ആ സാൻഡ്വിച്ച് കഴിക്കണം ഗൈസ്, കിട്ടിലാണ്. നല്ല പൊരിച്ച ചിക്കനും സോസും ബഹളവും ഒരു രക്ഷയില്ല. സോ ഐ ആം ഹെഡിങ് ടുവേർഡ്സ് പോപ്പൈസ്. ഗൈസ്, പോപ്പൈസ് ഇതാണ് പോപ്പൈസിൻ്റെ സാൻഡ്വിച്ച്. അങ്ങനെ ഞാൻ നമ്മുടെ ബോക്സ് സിനിമാസ് ബുർജുമാൻ എത്തിയിരിക്കുന്നത്. ഇവിടെയാണ് മിക്ക മലയാള സിനിമകളും ഹിന്ദി സിനിമകളൊക്കെ എല്ലാം. അതായത് നിങ്ങൾക്ക് സത്യം പറഞ്ഞാൽ ബാക്കിയുള്ള ബോക്സിൽ നിന്നും വരുന്നത്, പക്ഷേ ഇവിടെ എല്ലാം മലയാളം, തമിഴ്, തെലുങ്ക് തുടങ്ങിയ എല്ലാ ലാംഗ്വേജിൻ്റെയും സിനിമകൾ റിലീസ് ചെയ്യുന്നത് ഈ ഒരു ബുർജുമാൻ ബോക്സ് സിനിമാസിലാണ് കേട്ടോ. ബിക്കോസ് ഇവിടെയാണ് ഒട്ടുമിക്ക നമ്മുടെ നാട്ടുകാരും എല്ലാവരും താമസിക്കുന്നത്, ഹൈലി പോപ്പുലേറ്റഡ്. അപ്പോൾ എന്താണെങ്കിലും സിനിമ കണ്ടിട്ട് ബാക്കി അതിൻ്റെ വിശേഷങ്ങൾ ഞാൻ നമ്മുടെ ലൈഫ് ഓഫ് ഷസാമിൽ ഇടുന്നതായിരിക്കും. സോ ലെറ്റ് മീ ഗോ വാച്ച് ദ മൂവി. ബൈ. അങ്ങനെ സിനിമ കഴിഞ്ഞ് വന്നിട്ട് ഞാനിവിടെ ഫ്ലൈയിങ് ടൈഗർ എന്ന് പറഞ്ഞ കടയിൽ വന്നിരിക്കുകയാണ് ഗൈസ്. നല്ലൊരു കടയാണ് കേട്ടോ. നമ്മുടെ ഒരു മറ്റേ സാധനം ഉണ്ടല്ലോ, മിനിസോ, അതുപോലത്തെ ഒരു കടയാണ്. നൈസാണ്, നല്ല വെറൈറ്റി സാധനങ്ങൾ കിട്ടും. അപ്പോൾ ഇനിയിപ്പോൾ വേറെ പരിപാടിയൊന്നുമില്ല, വീട്ടിൽ പോയിട്ട് കിടന്നുറങ്ങുക. എന്തെങ്കിലും കാണുകയാണെങ്കിൽ ഞാൻ കാണിച്ചു തരാം കേട്ടോ. ഇതിൽ വളരെ റാൻഡം ആയിട്ടുള്ള കാര്യങ്ങളാണ് ഈ ഒരു ബ്ലോഗ് കാര്യങ്ങളും കാണാൻ പോകുന്നത്. ഇനി തൊട്ട് അങ്ങനെയായിരിക്കും. ലേഡീസ് ആൻഡ് ജെന്റിൽമാൻ, തേർഡ് വള്ളി കാല ചുറ്റി കോണ്ടന്റ് ഒന്നും ഇല്ലാന്ന് പറഞ്ഞാൽ ഇരിക്കാൻ ദോ കിടക്കുന്നു സൈബർ ട്രക്ക്. ഓ മാൻ, വാട്ട് എ ലുക്ക് മാൻ. ഈ തെണ്ടികളകത്ത് എന്തോ എല്ലാം കൂടെ തൊട്ടും തലോടിയും തുപ്പിയും എന്തൊക്കെ ചെയ്ത് വെച്ചേക്കണം നോക്കിയാണ്. എന്തോ വണ്ടിയാടോ ഇത്. ഇത് കണ്ടു കഴിഞ്ഞാൽ അപ്പം മേടിക്കാൻ തോന്നും കേട്ടോ. ആയിരിക്കുന്നു എന്താണ് എഴുതിക്കുന്നത്, സൈബർ ട്രക്ക് സ്പെസിഫിക്കേഷൻസ്
ഒരു ഫുൾ ചാർജിൽ 400-500 കിലോമീറ്റർ കിട്ടുമെന്നൊക്കെയാണ് പറയുന്നത് ഗായ്സ്. ലെറ്റ് മീ സീ. ഇത് പക്ഷേ തുറക്കാൻ സമ്മതിക്കൂടെ? ഓ പക്ഷേ ജാതി ലുക്കട്ടെ. ഇത് ഒരുത്തന്നെ എന്തോന്നുണ്ട് ഇത്? നിങ്ങളതിന് പാലൊക്കെ കൊണ്ടുപോകാം കേട്ടോ. ഇത് സൊസൈറ്റിയിലൊക്കെ വേണ്ടി യൂസ് ചെയ്യാൻ പറ്റിയ വണ്ടിയാണ്. ഓ മൈ ഗാഡ്, സോ നൈസ്. അകത്ത് കാണാൻ പറ്റുമെന്തോ. ടയറിൻ്റെ സൈസൊക്കെ നോക്കിയാണ്. നമുക്ക് നൈസായിട്ടൊന്ന് സൂം ചെയ്ത് നോക്കാം. ഇൻറ്റീരിയേഴ്സ്. അതാണ് സ്റ്റിയറിങ്. അതാണ് ഞാൻ. എന്തോ റിഫ്ലക്ഷൻ ഇടയുന്നു പുള്ളി. എന്തായാലും കൊള്ളാം കേട്ടോ മുട്ട ലുക്ക്. നൈസ്. ഒരു അന്യായ ഫ്യൂച്ചറിസ്റ്റിക് ഐറ്റം തന്നെ കേട്ടോ. കൊള്ളാം. അതാണ് സൈബർ ട്രക്ക്. ഇനി കണ്ടില്ല എന്ന് പറയരുത്, നമ്മുടെ ചാനലിൽ കാണിച്ചിരിക്കുകയാണ്. എന്തോ യാദൃച്ഛികമായി കണ്ട സാധനമുണ്ടേ. ഇതിലാണെങ്കിലും കൊള്ളാം. അവർ പക്ഷെ തുറന്ന് കാണിച്ചു തരില്ല എന്ന് പറഞ്ഞു. കണ്ട വഴി ഓടാൻ പറഞ്ഞു. ഞാൻ പറഞ്ഞു കുറച്ച് മില്യനൊക്കെ ഉണ്ട്, ഒരു മില്യൻ്റെ കാര്യമില്ല, കാശുണ്ടെങ്കിൽ വേണമെങ്കിൽ തുറന്നു തരാം. അതുകൊണ്ട് വേണ്ട. എന്തായാലും സാധനം ഇതാണ്. ഇനി ദുബായ് തെരുവുകളിൽ ഈ സാധനം പിന്നെ പറയാം.